മാമുക്കാട് ഒരു പുസ്തകമുണ്ട്, മാമുക്കോയ എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരവും ഹൃദയസ്പർശിയും ലളിതവുമായിട്ടുള്ളൊരു പുസ്തകമാണ്. അത് ഒരു എന്താ പറയുക, സിനിമാ നടൻ്റെ ആത്മകഥ എന്നോ ജീവിതകഥ എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഒരു പച്ച മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം, കലാകാരൻ്റെ മനസ്സും ഒപ്പം തന്നെ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം മാമുക്കാനെ എഴുതാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്ത ശ്രീ താഹ മാടായി ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ സമാഗമത്തിൽ അതിഥിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ അദ്ദേഹവും ചേർന്നിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ താഹ മാടായി. സമാഗമത്തിലേക്ക് സ്വാഗതം. താഹ മാതൃഭൂമിയിൽ മാമുക്കായിട്ട് കയറുന്നിട്ട് എഴുതുമ്പോൾ തൊട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നീട് പുസ്തകമായപ്പോഴും ഒരുപക്ഷെ ഞാനിവിടെ മാമുക്കൂടെ തന്നെ സൂചിപ്പിച്ചു, ഒരു കലാകാരൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം, അത് അതിശയോക്തിയില്ലാതെ എന്നാൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖന പരമ്പരയായിരുന്നു. പിന്നെ പുസ്തകമായതാണത്. എങ്ങനെയാണ് മാമുക്കോയുടെ ജീവിതം അങ്ങനെ ഒരു പുസ്തകമാക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം? സത്യത്തിൽ അത് മാമുക്കോയക്കയിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ആദ്യം കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ള കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം, കലാചരിത്രം, ഇതൊക്കെ എഴുതാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ അതിന് പറ്റിയ ആര് എന്നുള്ള നിലയിൽ അന്വേഷിച്ചപ്പോൾ കോയക്കയെ കണ്ടെത്തുന്നു. അപ്പോൾ കോയക്കയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം തന്നെ ഒരു കഥയാണ്, ഇദ്ദേഹം തന്നെ ഒരു ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്നത്. മൺമറഞ്ഞു പോയ ഒരുപാട് വലിയ കലാകാരന്മാരുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ അത് മാമുക്കോയക്കയുടെ ജീവിതത്തിലൂടെ കോഴിക്കോടിൻ്റെ ഒരു ജീവിതം പറയുക, ഒരു സാംസ്കാരിക ജീവിതം പറയുക. അത് ആയി വന്നപ്പോൾ സത്യത്തിൽ മാമുക്കോയക്കയുടെ ഒരു ജീവിതമായി, കോഴിക്കോടിൻ്റെ ഒരു ജീവിതമായി, അതായത് ഒരു ചരിത്രമായി. ഈ താഹ ആദ്യം എന്നെ ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കഥ എഴുതിയിട്ട് ഇത് വായിക്കാൻ വലിയ ഇഷ്ടമുള്ള ഇതൊന്നും ആയിരിക്കില്ല, ആർക്കും രസിക്കാനുള്ള സംഭവമല്ല, ഞാൻ തന്നെ മറക്കാൻ ഉദ്ദേശിക്കുന്ന കഷ്ടപ്പാടുകളാണ് എൻ്റെ ജീവിതം, അത് എഴുതി മറ്റവനും കൂടി വായിപ്പിക്കണത് എന്തിനാണ് ചോദിച്ചപ്പോൾ താഹ പറഞ്ഞു, അല്ല അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ അറിവിലുള്ള ഞാൻ പറയുന്നതാണല്ലോ എൻ്റെ ജീവിതം, അല്ല പിന്നെ ആൾക്ക് രസിക്കാൻ വേണ്ടിയിട്ട് വേറെ കെട്ടിച്ചമത്ത് ഉണ്ടാക്കലല്ലേ, എൻ്റെ ഒറിജിനൽ സംഭവങ്ങൾ ആൾക്ക് രസിക്കാൻ പറ്റിയല്ല, ഇതൊക്കെയാണ്, അതാണ് എനിക്ക് വേണ്ടതെന്നായിട്ട് ഇയാൾ വന്നു. നന്നായിരിക്കും പിടിച്ചോളി എന്നിട്ട് നമ്മളങ്ങനെ പറഞ്ഞ് പിന്നെ ജീവിതം പറയുന്ന സമയത്ത് അദ്ദേഹം നമ്മളൊരു മുറിയിൽ വെച്ച് മാത്രമല്ല ചെയ്തത്. ഇദ്ദേഹം കല്ലായി കടവത്ത് വന്നു. കല്ലായിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളെല്ലാം നമ്മളൊരു ഓട്ടോയിൽ പോയി കടവത്ത് ഇരുന്നു കൊണ്ട്, കല്ലായി അദ്ദേഹം ജോലി ചെയ്ത ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആണ് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ ഇരുന്നുകൊണ്ടും അദ്ദേഹം ശരിക്കും ആ സമയത്ത് നമ്മൾ രണ്ടുപേരും നടന്നു, ഒന്നിച്ച് ഒരുപാട് നടന്നുകൊണ്ട് ആ ഒരു ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇമ്പീരിയൽ പോയി അങ്ങനെ നടന്നും ഇരുന്നും അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഈ ജീവിതം, ആ പുസ്തകം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ആ പുസ്തകം നന്നാവുന്നതിൻ്റെ ഒരു കാരണം അതിൽ കോയക്ക അത്രയും അദ്ദേഹം അതിൽ സഹകരിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ല, കല്ലായിൽ അന്നൊക്കെ നമ്മൾ വീടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോക്ക് കല്ലായിൽ മരം അട്ടിയിടും, ഈ അട്ടിൻ്റെ പുറത്ത് കിടക്കും, നല്ല കാറ്റും കിട്ടും, നല്ല സുഖമല്ലേ, നല്ല സുഖം. മരം ഇങ്ങനെ പരത്തിടും, പുന്നപ്പന്തൽ എന്ന് പറയും, കണ്ടമാനം ജനം അവിടെ ഒന്ന് കിടക്കും, അവിടെ നമ്മൾ കിടത്തും, സുഖമായിട്ട് ഉറങ്ങും. ഞാനിപ്പോഴും വൈഫിനോട് പറയും, ഇനി ഇതിലൊരു ബെഡും കൂടി ഇട്ടിട്ട് AC ആക്കി തന്നാലും ഇതിൻ്റെ ഒറിജിനൽ സുഖം ഉണ്ടല്ലോ, അതാ കല്ലായി അത് ഇനി തിരിച്ചു കിട്ടില്ല. പറ്റിയാൽ കുറച്ച് മരം മേടിച്ച് വീട്ടിന് മുമ്പ് തട്ടിയിട്ടിട്ട് കുറച്ച് നേരമെങ്കിലും അവിടെ കയറി ഇരിക്കണം. സത്യം, ഞാനത് അവളോട് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം, വീണ്ടും ഒരു സുഖം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും. കോയക്ക ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ ഉണ്ടാകുന്ന ആ ദിവസം ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇദ്ദേഹം പലപ്പോഴും വളരെ റഫായിട്ട് ആണ് പെരുമാറും. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഒരു ആരാധകർ എന്നൊക്കെ തോന്നുന്ന സിനിമയിൽ സാധാരണ രീതിയിൽ വരുന്നതാണ്. അവരെയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം വളരെ റഫായിട്ട് പെരുമാറും. ഞാൻ ആദ്യം പോയപ്പോൾ ഇദ്ദേഹം കുറച്ചൊരു പരുക്കനായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു കോയക്കയോട്, എന്തുകൊണ്ട് കോയക്ക ഇങ്ങനെ പെരുമാറുന്നു? പിന്നീട് വളരെ ഹൃദ്യമായ ബന്ധമായി മാറി. പക്ഷേ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കോയക്ക അല്ലെങ്കിൽ മാമുക്കോയ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ അടുപ്പം കാണിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്,
എല്ലാവരോടും നന്നായി പെരുമാറിയ കുറേ ആൾക്കാർ കോഴിക്കോടുണ്ടായിരുന്നു. ബാബുരാജ്, കുതിരവട്ടം പപ്പു, വാസു പ്രദീപ്, അവരൊക്കെ എല്ലാ മനുഷ്യരോടും വളരെ ഹൃദ്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ അവരുടെ തകർച്ച പിൽക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കുടുംബം ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു പരിധി വിട്ടിട്ട് ആരാധകരുടെ ഇടയിലേക്ക് പോകാനോ ഞാൻ തയ്യാറല്ല. കാരണം കുടുംബം എനിക്ക് വളരെ പ്രധാനമാണ്.